പ്രിയമുള്ളവരെ, വചനജ്വാല 1759 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 25 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കം 25 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. അസ്ഥികളുടെ താഴ്വര. കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തന്റെ ആത്മാവിലാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെയുണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദം ഉണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണൻ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റു നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ പ്രവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അക്വിറ്റനയിലെ വിശുദ്ധ പ്രോസ്പറെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പ്രോസ്പർ ഫ്രാൻസിലെ അക്വിറ്റൈനിൽ ജനിച്ചു. വ്യാകരണ പഠനത്തിന് ശേഷം മാർസയ്ക്ക് സമീപമുള്ള പ്രോവിൻസിലേക്ക് പോയി.
വിശുദ്ധ ഹിലരിയോടൊപ്പം മാർപ്പാപ്പ സെലസ്റ്റിനെ കണ്ട് വിശുദ്ധ അഗസ്റ്റീനോസിന്റെ സിദ്ധാന്തത്തെ എതിർക്കുന്നവരെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ച കാര്യം അറിയിച്ചു. പ്രോസ്പർ കൃതജ്ഞർ എന്ന ഒരു സുന്ദര കവിത എഴുതി. ദൈവവരപ്രസാദം ലഭിച്ചിട്ടും അത് അംഗീകരിക്കാത്ത കൃതജ്ഞരെ പറ്റിയാണ് ഈ കവിത. 440 വിശുദ്ധ ലയോ പാപ്പ പ്രോസ്പറിനെ സെക്രട്ടറിയാക്കി ഈ സ്ഥാനം ഉപയോഗിച്ച് പെലാജിയൻ പാഷണ്ഡതയെ വിശുദ്ധ പ്രോസ്പർ തകർത്തു കളഞ്ഞു. 63-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ മോന്തേ വെർജനിലെ വിശുദ്ധ വില്യമിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അക്വിറ്റേനയിലെ വിശുദ്ധ പ്രോസ്പറേയും മോന്തേ വെർജനിയിലെ വിശുദ്ധ മില്യനിന്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.